Hi dear students, welcome to the new session of Office Automation Tools. Office Automation Tools നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് എക്സൽ എന്നുള്ളത് പറഞ്ഞു. എക്സൽ എന്നുള്ളത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പോപ്പുലറായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ദെൻ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു 2010 വേർഷൻ്റെ ആ ഒരു ഫസ്റ്റ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മീൻസ് അതിൻ്റെ ഒരു ലേ ഔട്ട് എന്തൊക്കെയാണ്, ഓരോ ടാബുകളെ കുറിച്ചും ബാക്ക് സ്റ്റേജ് വ്യൂകളെ കുറിച്ചും അതുപോലെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, ആ ഡാറ്റയുമായിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. സോ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളത് ഒരു ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ്, ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ഡാറ്റ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ എൻ്റർ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇതിന് നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് എക്സലിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വർക്ക് ബുക്ക് എന്ന് പറയും. എന്താണ് വർക്ക് ബുക്ക് എന്നുള്ളത്? മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു ഫയലിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഫയൽ ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് കോൾഡ് എ വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു ഫയലാണ്. എ വർക്ക് ബുക്ക് ഈസ് ഓർഗനൈസ്ഡ് ഇൻ വേരിയസ് വർക്ക് ഷീറ്റ് ഓർ സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ ഒരു വർക്ക് ബുക്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതൊരു വർക്ക് ബുക്കാണ്, ഇപ്പോൾ ഓൾറെഡി ഞാൻ തുറന്നു വെച്ചിട്ടുള്ള വർക്ക് ബുക്കാണ്, അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ടൈറ്റിൽ ബുക്ക് 1 എന്ന് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു വർക്ക് ബുക്കാണ്, ഇത് എക്സലിലെ ഒരു ഫയലാണ് അല്ലേ. സോ ഈ ഒരു വർക്ക് ബുക്കിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് 3 ഷീറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഓക്കെ, അപ്പോൾ ഒരു വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ് യൂസ്ഡ് ഇൻ എ സിംഗിൾ ഫയൽ. അപ്പോൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ് യൂസ്ഡ് ഇൻ എ സിംഗിൾ ഫയൽ. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകളെ ഒരു സിംഗിൾ ഫയലാക്കി മാറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്? വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള കോളംസും റോസും ഉൾക്കൊള്ളുന്ന ഒരു ഷീറ്റിനെയാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഷീറ്റ് 1 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അപ്പോൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്? വർക്ക് ഷീറ്റ് ഈസ് എ ടേബിൾ ലൈക്ക് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് റോസ് ആൻഡ് കോളംസ് ദാറ്റ് കണ്ടെയ്ൻ ഡാറ്റ ആൻഡ് ഫോർമുലാസ്. വർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ടേബിളാണ്, ഒരു ടേബിൾ പോലെയുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലുകളുണ്ട്. ഓരോ സെല്ലിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും, ഫോർമുലാസ് ഉണ്ടായിരിക്കും, ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. വെൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് ലോഞ്ച്ഡ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് 3 വർക്ക് ഷീറ്റ് അല്ലെ. നമുക്കറിയാം ഡിഫോൾട്ടായിട്ട് 3 വർക്ക് ഷീറ്റുകളാണുള്ളത്. എ സ്പ്രെഡ്ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്, അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് കോളംസ് ഉണ്ട്, അതുപോലെ തന്നെ റോസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓഫ് കോളംസ് ആൻഡ് റോസ് അല്ലെ. കോളവും റോയും ഇൻ്റർസെക്ട് ചെയ്യുന്നതിന് നമ്മൾ സെൽ എന്നും പറയും അല്ലേ. അതുപോലെ തന്നെ കോളംസിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് എ ആണ് അല്ലേ, അതായത് ലെറ്റേഴ്സിൽ നിന്നാണ് ഹെഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമുക്കിവിടെ കാണാൻ കഴിയും ABCD അല്ലെ, ഇതെന്താണ് കോളംസിൻ്റെ ഹെഡിങ് ആണ്. അതുപോലെ തന്നെ റോസിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് 1 2 3 4 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 1,48,576 1,48,576 റോസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് ആൻഡ് റോസ് യു ക്യാൻ ഹാവ് ഇൻ എ വർക്ക് ഷീറ്റ് ഈസ് ലിമിറ്റഡ് ബൈ യുവർ കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് യുവർ സിസ്റ്റം റിസോഴ്സസ്. അപ്പോൾ ഇതിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ലിമിറ്റ് എപ്പോഴാണ് വരിക? നമ്മുടെ കമ്പ്യൂട്ടർ എത്രത്തോളം പിന്നെ കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുകൂടെയാണ് കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരുപാട് കോളംസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റോസും ഉൾക്കൊള്ളുന്ന ഒന്നിനെയാണ് നമ്മളൊരു വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഉള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. സെൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. കോളവും റോയും ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ദെൻ സെല്ലിൻ്റെ അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് C6 ആണ് അല്ലേ, അതായത് കോളത്തിൽ 6 റോയിൽ വരുന്ന ആ ഒരു സെല്ലാണ്, ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ C6 ആണ് ഈ ഒരു സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ നെയിം ബോക്സിനകത്ത് കാണാവുന്നതുമാണ് അല്ലെ. നെയിം ബോക്സിനകത്ത് C6 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇനി ഇതിനകത്തേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എവിടെയാണ് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്, ഏത് സെല്ലിലാണ് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന A1 എന്ന് പറയുന്ന സെല്ലിലേക്കാണ്. ഓക്കെ, സോ ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന A1 എന്ന് പറയുന്ന സെല്ലിലേക്കാണ്. ഈ A1 സെല്ലിൽ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അത്രയേ വേണ്ടുള്ളൂ. ജസ്റ്റ് മൗസ് പോയിന്റിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ദെൻ അതിനുശേഷം സിംഗിൾ ക്ലിക്ക്, ഓക്കെ, ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമുക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് ഡാറ്റ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, റോൾ
നമ്പർ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്കതിലേക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സെല്ലിലേക്ക്, അതായത് B1 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ നെക്സ്റ്റ് ഹെഡിങ് നൽകുകയാണ്, നെയിം. സെയിം മെത്തേഡ് തന്നെയാണ്. ദെൻ തേർഡ് ഞാൻ ഒരു സബ്ജക്റ്റിൻ്റെ നെയിം നൽകുകയാണ്. ഓക്കെ, തേർഡിൽ ഞാനൊരു സബ്ജക്റ്റ് നെയിം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ചെറിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഞാനിവിടെ റോൾ നമ്പർ എന്നുള്ളതിന് പകരം സീരിയൽ നമ്പർ ആക്കണം, അല്ലെങ്കിൽ റോൾ നമ്പറിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ തന്നെ കാണാം 2 ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് അല്ലേ. സോ ഒരു ഇംഗ്ലീഷ് മാറ്റിയിട്ട് ഞാൻ അവിടെ മറ്റൊന്നാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അതിന് മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്തു മാത്സ് എന്നാക്കുകയാണ്. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് എന്നുള്ളത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അല്ലേ. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഡിലീറ്റ് ആവേണ്ട എങ്കിൽ, അതായത് ഇപ്പോൾ കുട്ടികളുടെ നെയിമിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ചെറിയ മിസ്റ്റേക്ക് വരാണ്. ഇപ്പോൾ രഘു എന്നുള്ളതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ എച്ച് വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യരുത്, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് തുടങ്ങാൻ പാടില്ല. അവിടെ നമ്മൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ F2 ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെല്ലിലെ ഡാറ്റയെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ F2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിംഗ് വരുത്താവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്ത് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഡാറ്റയും ഡിലീറ്റ് ആയിട്ട് പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന പുതിയ ഡാറ്റയാണ് വരുന്നത്. ഞാനിവിടെ F2 പ്രസ് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, പേര് മാറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ രഘു എന്നുള്ളത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, പേര് എൻ്റർ ചെയ്തു അല്ലേ. അപ്പോൾ എന്താ ചെയ്തിട്ടുണ്ട്, മറ്റൊരു നെയിം ഓൾറെഡി പോയിട്ടുണ്ട്, അതായത് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അല്ലേ. അതേസമയം നമുക്ക് എഡിറ്റിംഗ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, F2 ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ എഡിറ്റ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് റേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് മൈക്രോസോഫ്റ്റ് എക്സലിൽ. റേഞ്ച് എന്ന് പറയും. റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷീറ്റിനകത്ത് നമ്മൾ എവിടെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് കോൾഡ് എ റേഞ്ച്. ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇതിനകത്ത് റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സെല്ലുകളാണ് ഇതിനകത്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് റേഞ്ച് അറിയാം, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 4 രീതിയിൽ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാം. റേഞ്ച് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽസുകളെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. 4 രീതിയിൽ സെലക്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ മൗസ് ഉപയോഗിച്ചിട്ട് മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് റേഞ്ച് വേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം സെല്ലുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഈ ഒരു കണ്ടന്റ് ഉള്ള ഞാൻ ഇവിടെ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സെല്ലുകളുമാണ് വേണ്ടത്. അതായത് A6 വരെ എനിക്ക് റോസ് വേണം, അതുപോലെ തന്നെ E വരെയുള്ള കോളംസും വേണം. അപ്പോൾ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 4 മെത്തേഡ് സെലക്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സെല്ല് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്ലിക്ക് ചെയ്യാം. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൗസ് പോയിൻ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സെല്ലുകളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ സെല്ലുകളെ സെലക്ട് ചെയ്യുന്നു, റേഞ്ച് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രസ് ദ ഷിഫ്റ്റ് കീ വൈൽ യു യൂസ് ദ നാവിഗേഷൻ കീസ് ടു സെലക്ട് എ റേഞ്ച്. ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മൗസ് പോയിൻ്റ് A1 എന്ന് പറയുന്ന സെല്ലിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നാവിഗേഷൻ കീസ് ഉണ്ട്, അതായത് ആരോ കീസ് ഉണ്ട് അല്ലേ, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഉള്ളത്. അതിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത്, താഴേക്കാണ് വരേണ്ടതെങ്കിൽ ഡൗൺ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡൗൺ കീ പ്രസ് ചെയ്തു. ദെൻ റൈറ്റ് കീ പ്രസ് ചെയ്തു. ദെൻ ഡൗൺ കീ പ്രസ് ചെയ്തു. റൈറ്റ് പ്രസ് ചെയ്തു. റൈറ്റ് പ്രസ് ചെയ്തു. റൈറ്റ് പ്രസ് ചെയ്തു. ഡൗൺ കീ ഡൗൺ ഡൗൺ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ആവശ്യമുള്ള റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ള സെല്ലുകളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആരോ കീസ്, അതായത് നാവിഗേഷൻ കീസ് നമുക്ക് പ്രസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 മെത്തേഡ് കഴിഞ്ഞു. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് F8 ബട്ടൺ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സെയിം മെത്തേഡ് തന്നെ F8 ബട്ടൺ. ഓക്കെ, F8 ബട്ടൺ ഇപ്പോൾ ഞാൻ മൗസ് പോയിന്റ് വെച്ചിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള A1 സെല്ലാണ്. F8 ബട്ടൺ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നാവിഗേഷൻ കീസ് മൂവ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് റൈറ്റ് നാവിഗേഷൻ, അതായത് റൈറ്റ് സൈഡിലേക്കുള്ള നാവിഗേഷൻ കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ഡൗൺ കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ഡൗൺ കീ പ്രസ് ചെയ്തു. ഡൗൺ. ദെൻ
എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് പ്രസ് ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമ്മൾ മറ്റേതെന്തായിരുന്നു, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കണം. ഇത് നമ്മൾ ജസ്റ്റ് F8 പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സെല്ലിൻ്റെ ഇവിടെ സെൽ അഡ്രസ്സ്, അതായത് നെയിം ബോക്സ് ഇവിടെ കാണാൻ കഴിയും അല്ലെ. നെയിം ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ നെയിം ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ല് A1 ആണ്. A1 മുതൽ ഏതുവരെയുള്ള സെല്ലാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. മീൻസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ A1 ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം, ഇനി ഏത് സെല്ലാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇനി B5 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു B5. അതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, A1 മുതൽ B5 വരെ, A1 മുതൽ B5 വരെയുള്ള സെല്ലുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒന്നുകൂടെ കാണിക്കുന്നു. A1 മുതൽ എനിക്ക് വേണ്ടത് D6 വരെയാണെന്നുണ്ടെങ്കിൽ D6 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അത്രയും ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. ഈ രീതിയിൽ 4 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സലിലെ വർക്ക്ഷീറ്റിനകത്ത് സെല്ലുകളെ നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെല്ലുകളെ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നുകൂടെ പറയുന്നു, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മൗസ് പോയിന്റ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക, ആവശ്യമുള്ള സെല്ലുകളെ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനുശേഷം നാവിഗേഷൻ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് F8 ബട്ടൺ പ്രസ് ചെയ്യുക, അതിനുശേഷം നാവിഗേഷൻ കീസ് ആരോ മാർക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ നെയിം ബോക്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യമുള്ള സെല്ലുകളുടെ അഡ്രസ്സ്, സെല്ലുകളുടെ നെയിംസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇനി പല സമയങ്ങളിലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിനകത്ത് ഉള്ള ഒരു മുഴുവൻ കോളം അല്ലെങ്കിൽ ഒരു മുഴുവൻ ഒരു റോ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു കോളം മുഴുവനായിട്ടോ നമുക്ക് സെലക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് കോളം മാത്രം A എന്ന് പറയുന്ന ഈ കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യണം. ഈ വർക്ക്ഷീറ്റിനകത്ത് ഈ A എന്ന് പറയുന്ന കോളം എത്ര സെല്ലുകളുണ്ടോ അത്രയും സെല്ലുകളെ എനിക്ക് മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ആ ഒരു കോളം ഹെഡിൻ്റെ മുകളിലേക്ക് വരാം അല്ലെ. ഇപ്പോൾ A B എന്ന് പറയുന്നത്, ഇപ്പോൾ Aയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ആരോ മാർക്ക് നമുക്ക് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ആ ഒരു Aയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സെല്ല് മുഴുവനായിട്ട്, മീൻസ് ആ ഒരു കോളം മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോളത്തെ നമ്മൾ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഒരു റോ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തേർഡ് റോ ആണ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു തേർഡിൻ്റെ മുകളിൽ വരിക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു തേർഡ് റോ മുഴുവനായിട്ടും, ഈ റോ എത്രമാത്രം അങ്ങോട്ട് പോകുന്നുണ്ടോ അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല്ലുകളെ സെലക്ട് മീൻസ് ഒരു കോളത്തെയോ അല്ലെങ്കിൽ റോയോ മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ തൊട്ടടുത്ത് കിടക്കുന്ന കോളംസിനെയും സെല്ലുകളെയും എങ്ങനെയാണ് ഈ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അതായത് ഞാനിവിടെ B എന്ന് പറയുന്ന ഈ കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, C എന്ന് പറയുന്ന കോളത്തെയും കൂടെ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മൗസ് പോയിന്റ് ഈ ഒരു കോർണറിൽ വെക്കുക, അതായത് നമ്മുടെ കോളത്തിൻ്റെ കോർണറിൽ വെക്കുക. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യും. പക്ഷേ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ മുഴുവനായിട്ടും അങ്ങോട്ട് കോപ്പി ആവുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു കോളത്തിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ മുഴുവനായിട്ടും അങ്ങോട്ട് കോപ്പി ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇപ്പോൾ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഡാറ്റകൾ വരിക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോളത്തെയും അതുപോലെ തന്നെ റോകളെയും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈസ് കൂട്ടാം. മീൻസ് നമ്മുടെ സെല്ലിൻ്റെ സൈസ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ കോളം, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും കുട്ടിയുടെ പേര് സംഗീത് എന്നുള്ള മുഴുവനായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഈ ഒരു കോളത്തെ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിനെ നമുക്ക് നീക്കി വെക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റോയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് താഴേക്ക് വലുതാക്കാം. അതായത് നമ്മുടെ സെല്ലിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും അതുപോലെ തന്നെ കുറക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഈ രീതിയിലുള്ള സെറ്റിങ്സും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനോടകം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഡാറ്റകളെ സെലക്ട് ചെയ്യാം, കോളംസിനെ സെലക്ട് ചെയ്യാം, റോ സെലക്ട് ചെയ്യാം, സെല്ല് സെലക്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വർക്ക് ബുക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു, വർക്ക് ഷീറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു, സെൽ എന്താണെന്നുള്ളത് പറഞ്ഞു, സെല്ലിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു, റേഞ്ച് എന്താണെന്നുള്ളത് പറഞ്ഞു, എങ്ങനെ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു, ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടൊപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഓട്ടോഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഓട്ടോഫിൽ എന്ന് പറയുന്നത്
ചെയ്തിട്ടുണ്ട്, നമുക്ക് സെയിം ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ റോൾ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 101, 102, 103, 104 അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? ഇത് മുഴുവനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം 1 2 പിന്നെ സെല്ല് മാത്രം സെലക്ട് ചെയ്ത് ബാക്കി അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ് 101, 101, അതുപോലെ തന്നെ 102. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടത് 103, 104, 105 അല്ലേ, അങ്ങനെയാണ് വേണ്ടത്. സോ ഇത് ഈ 2 സെല്ലുകളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ സെലക്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു നമ്മുടെ പ്ലസ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കോർണറിൽ മൗസ് പോയിന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിന്റ് കാണാൻ കഴിയും. ഇതിന് ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 103 വന്നിട്ടുണ്ട്, 104, 105. ഓക്കെ, അത്രയും ഡാറ്റകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്പറുകളെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്പറുകളെ പോലെ തന്നെ നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ജനുവരി എന്നുള്ളത് ജനുവരി. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ മന്ത് വന്നിട്ടുണ്ട്, അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൺഡേ, ട്യൂസ്ഡേ നമുക്ക് ചെയ്യാവുന്നതാണ്. മൺഡേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കോർണറിൽ മൗസ് പോയിന്റ് കൊണ്ടുവയ്ക്കുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി ആണ്, മാർച്ച് ആണ്, അതുപോലെ തന്നെ 101, 103, 123 അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അത് കോപ്പി ചെയ്ത് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ കോളംസിലേക്ക് അങ്ങോട്ടും ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരു ഓട്ടോഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മൈക്രോസോഫ്റ്റ് എക്സലുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.